ന്യൂ ഇയർ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചല്ലേ? യഥാർത്ഥത്തിൽ അടിച്ചു പൊളിച്ചത് പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ടയിൽ ഒരു പ്രൈവറ്റ് ക്ലബിൻ്റെ ന്യൂ ഇയർ ആഘോഷത്തിനിടയ്ക്ക് സമയം കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞ് ഒരു കൂട്ടം പോലീസുകാർ സ്റ്റേജിലോട്ട് ഇടിച്ചു കയറുകയും അവിടെ DJ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കലാകാരൻ്റെ ലാപ്ടോപ്പ് നിമിഷാർത്ഥം കൊണ്ട് തവിട് പൊടി പപ്പട പരുവുമാക്കിയ കേരള പോലീസിന് ഒരു നടുവിരൽ നമസ്കാരം. നമ്മുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുന്ന സേനയൊക്കെ തന്നെയാണ്. പക്ഷേ പോക്കത്തരം കാണിച്ചു കഴിഞ്ഞാൽ പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ആ ലാപ്ടോപ്പിൻ്റെ ഉടമ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കയറി വന്നിട്ടാണ് ഇത് ചവിട്ടി പൊട്ടിക്കുന്നത്. സത്യസന്ധമല്ലാത്തതായിട്ടുള്ള കേസുകൾ പിൻവലിക്കുക. എനിക്ക് ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചു തന്നാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അതായത് കേരള പോലീസിനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. എനിക്ക് ആരോടും പരാതികളോ വിഷമങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം എന്നെ അത്രത്തോളം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിലും അതാണിപ്പോൾ ഞാൻ പറയുന്നത്. എൻ്റെ പൊന്നു ബ്രോ, ഞാൻ പറയുന്നത് ഒരു 2 മിനിറ്റ് കേൾക്കണം. എനിക്കറിയാവുന്ന ഒരു കാര്യം പറയാം. വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം തലസ്ഥാനത്ത് 2 വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി. അതിൻ്റെ പേരിൽ പോലീസ് ഇടപെടുകയും പോലീസ് നടത്തിയ വെടിവെപ്പിൽ ഒരു വ്യക്തി മരിക്കുകയും ചെയ്തു. പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ കൊണ്ടാണ് അയാൾക്ക് വെടിയേറ്റത്. ഏരിയ തിരിഞ്ഞുള്ള അടിയായിരുന്നു. ഏരിയ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മ ഏരിയ, അന്ത ഏരിയ, ഇന്ത ഏരിയ, അത് തന്നെ. പോലീസിനെതിരെ കോടതിയിൽ പരാതി കൊടുത്തു. പോലീസ് ഇവർക്കെതിരെയും കേസെടുത്തു. അവസാനം പോലീസിനെതിരെയുള്ള കേസ് കടുക്കുമെന്നായപ്പോൾ അവിടെയുള്ള ഒരു പള്ളിയാണ് അവിടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. പള്ളിയിലച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾ കേൾക്കും എന്നുള്ള വിശ്വാസത്തിൽ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ പള്ളി അധികാരികളെ പോയി കാണുകയും അങ്ങനെ തുടർന്ന് നടന്ന കോംപ്രമൈസിൽ അവർ എത്തിച്ചേർന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിനെതിരെയുള്ള കേസ് പിൻവലിക്കണം, പോലീസ് ജനങ്ങൾക്കെതിരെ എടുത്തിട്ടുള്ള കേസുകൾ പോലീസ് പിൻവലിച്ചോളാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിനെതിരെയുള്ള കേസ്, കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേസ് പിൻവലിച്ചു. അവരെല്ലാവരും വളരെ സന്തോഷത്തോടെ പഴയ ജീവിതത്തിലേക്ക് പോവുകയും എന്നാൽ 8-10 വർഷം കഴിഞ്ഞപ്പോഴാണ് അന്ന് ആ സംഘടനത്തിൽ ഉൾപ്പെട്ടിരുന്നു എന്ന് പറയപ്പെടുന്ന 100-200ഓളം പേർക്ക് വാറണ്ടായി. വാറണ്ട് പിടിച്ചുകൊണ്ട് പോലീസ് വീട്ടിൽ വന്നപ്പോഴാണ് അറിയുന്നത് അന്ന് പോലീസ് പറഞ്ഞിരുന്നത് ഇവർക്കെതിരെയുള്ള കേസെല്ലാം റദ്ദാക്കാം എന്നുള്ളതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ പോലീസ് റദ്ദാക്കിയതുമില്ല. പോലീസിന് എതിരെ കൊടുത്ത കേസ് റദ്ദാവുകയും ചെയ്തു. ഇതാണ് അവസ്ഥ. പോലീസ് എന്തെങ്കിലും കോംപ്രമൈസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളടുത്ത് വരുന്നത് അവർ രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്കെതിരെയുള്ള കേസുകൾ നിങ്ങൾ നടത്തുക. അത് കണ്ടാൽ തന്നെ അറിയാം പോലീസിൻ്റെ ഭാഗത്താണ് തെറ്റെന്നുള്ളത്. അവർ നിങ്ങൾക്കെതിരെ ചെയ്ത ക്രിമിനൽ ആക്ടിവിറ്റിക്കെതിരെ ലീഗൽ ഫൈറ്റ് ആരംഭിക്കുക. ലീഗൽ ഫൈറ്റ് ഇല്ലാതെ ഇതിന് യാതൊരു മാർഗവുമില്ല. It is incurable.